ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എഡിലിം അക്കാഡമി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റേ ഡയഗ്രാം ഉപയോഗിച്ച് സ്പെറിക്കൽ മിറേഴ്സായ കോൺകേവ് കോൺവെക്സ് മിറേഴ്സിൻ്റെ ഇമേജ് ഫോർമേഷൻ, അതിൻ്റെ സൈസ്, നേച്ചർ, പൊസിഷൻ എന്നിവ എങ്ങനെയാണെന്ന് നോക്കി മനസ്സിലാക്കി അല്ലേ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതേ കാര്യം തന്നെ ഒരു മിറർ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു സ്പെറിക്കൽ മിറേഴ്സായ കോൺകേവ് കോൺവെക്സ് മിറേഴ്സിൻ്റെ ഇമേജിൻ്റെ പൊസിഷൻ, മിറേഴ്സിൻ്റെ സൈസ്, നേച്ചർ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. നമുക്കപ്പോൾ മിറർ ഫോർമുല എങ്ങനെയാണ്, അതുകൊണ്ട് എങ്ങനെ നമുക്ക് സ്പെറിക്കൽ മിറേഴ്സിൻ്റെ ഇമേജിൻ്റെ പൊസിഷൻ, സൈസ് ഒക്കെ എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. മിറർ ഫോർമുലയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറേഴ്സിൻ്റെ യൂസസ് ഒന്ന് നോക്കാം. എന്താണ് യൂസസ് ഓഫ് കോൺകേവ് മിറേഴ്സ്? ഒന്നാമത്തെ യൂസസ് എന്താണ്? ഇത് നമുക്ക് എവിടേക്ക് യൂസ് ചെയ്യാം? ടോർച്ചസിൽ യൂസ് ചെയ്യാം, സെർച്ച് ലൈറ്റ്സിൽ യൂസ് ചെയ്യാം, വെഹിക്കിൾ ഹെഡ് ലൈറ്റ്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? കോൺകേവ് മിറേഴ്സ് യൂസ് ചെയ്യാം. ഇവിടെ എന്താ ചെയ്യുന്നത്? ഈ നമ്മൾ ബൾബ്, ഈ ടോർച്ചസിൻ്റെ ബൾബ് കറക്റ്റ് ഫോക്കസിൽ കൊണ്ടുവയ്ക്കും. ഓക്കെ, കോൺകേവ് മിററിൻ്റെ ഫോക്കസിൽ കൊണ്ടുവയ്ക്കും. കോൺകേവ് മിററിൻ്റെ ഫോക്കസിലൂടെ വരുന്ന ഒരു റേസും എങ്ങനെ പോവും? അത് പാരലൽ ലൈൻസ് ആയിട്ട്, പ്രിൻസിപ്പൽ ആക്സിസും പാരലലായിട്ട് വലിയ റേസ് ആയിട്ട് പോവും അല്ലേ. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഫോക്കസിൽ കൊണ്ട് നമ്മളൊരു പാരാബോളിക് റിഫ്ലക്റ്റേഴ്സ് യൂസ് ചെയ്യും. ഒരു ടോർച്ചിൻ്റെ പാരാബോളിക് റിഫ്ലക്റ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നവിടെ ബൾബ് കറക്റ്റ് ഫോക്കസിൽ വെക്കുന്നു. ഫോക്കസിലൂടെ വരുന്ന എല്ലാ റേസും എങ്ങനെ? അത് നേരെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് തന്നെ അത് പോവും. അപ്പോൾ ഒരു ഹൈ ബീം, നമുക്ക് പാരലൽ ബീംസ് ഓഫ് ലൈറ്റ് നമുക്ക് ലഭിക്കും. നമുക്ക് ഈ ചാനൽ കൂടാതെ നമുക്ക് ഓൺലൈൻ ട്യൂഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു മെൻ്റൽ സപ്പോർട്ടോ അതുപോലെ ട്യൂഷൻസോ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. കൂടാതെ കോൾ ചെയ്താലും കൃത്യമായ ട്യൂഷൻസ് ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? അടുത്ത് ഷേവിങ് മിറേഴ്സിലാണ് അല്ലേ. ഷേവിങ് മിറേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? K6 അല്ലേ. K6 ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമുക്കൊരു ഇമേജ് കിട്ടും. എവിടെയാണ്? ഒരു മിററിൻ്റെ ബാക്കിൽ വലിയ ഒരു ഇമേജ് ലഭിക്കും. അപ്പോൾ ഷേവിങ് മിറേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. പിന്നെ ഡെൻറ്റിസ്റ്റും യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ലാർജ് ഇമേജസ് കിട്ടാനായിട്ട്. ഓക്കെ, അപ്പോൾ പിന്നെ കൂടാതെ നമ്മൾ നോക്കി, ഇതൊക്കെ ഏത് കേസാണ്? K6 അല്ലേ. K6 യൂസ് ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ K6 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ദിവസം ക്ലാസ് നോക്കിയവർക്ക് മനസ്സിലാവും. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കാതെ ഈ ഒരു വിർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? K6 ആണ് യൂസ് ചെയ്യുന്നത്. അതുതന്നെയാണ് നമ്മൾ ഡെൻറ്റിസ്റ്റും അതുപോലെ നമ്മൾ ഷേവിങ് മിറേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ചാൽ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണാത്തവർ അതൊന്ന് കാണുക. ഇനി ഇത് നോക്കൂ, ലാർജ് കോൺകേവ് മിറേഴ്സ് പിന്നെ നമ്മൾ എവിടെ യൂസ് ചെയ്യും? സൺലൈറ്റ് നിന്ന് ഹീറ്റ് പ്രൊഡ്യൂസ്, കേസ് 1 അല്ല. ഇൻഫിനിറ്റി എന്ന് വരുന്ന ഇമേജസ് പ്രത്യേകിച്ച് ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ ഹൈ എനർജി ആവും. അവിടെ നമുക്കിപ്പോൾ ലൈറ്റൊക്കെ സൺലൈറ്റിൽ നിന്ന് നമ്മൾ കോൺകേവ് മിറർ വെച്ചിട്ട് നമ്മൾ ഒരു പേപ്പർ ബേൺ ചെയ്യുന്ന പോലെ അത്രയും എനർജി വരും. അത് നമുക്ക് എന്ത് ചെയ്യാം? അത്രയും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് സോളാർ ഫർണസിലേക്ക് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, കോൺകേവ് മിറേഴ്സ്. ഓക്കെ, ഇനി കോൺവെക്സ് മിറേഴ്സ് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്? കോൺവെക്സ് മിറേഴ്സിനാകെ 2 കേസസ് ഉള്ളൂ അല്ലേ. ഒന്ന് ഇൻഫിനിറ്റിയിലും പിന്നെ ബിറ്റ്വീൻ P ആൻഡ് ഇൻഫിനിറ്റിയിൽ വയ്ക്കുന്നത്. അപ്പോൾ നമുക്കിത് ഇവിടെ റിയർ വ്യൂ മിറേഴ്സിൽ എവിടെ? നമ്മൾ വെഹിക്കിളുകൾ, നമുക്ക് ബാക്കിലെ ഫുൾ ഇമേജസ് കാണാനായിട്ട്. ഇപ്പോൾ ഒരു ലോറിയൊക്കെ വരുമ്പോൾ വളരെ ചെറുതായിട്ട് തന്നെ നമുക്ക് അതിലൂടെ റിയർ വ്യൂ മിററിൽ കാണാൻ പറ്റും. അത് വേറെ മിറേഴ്സാണ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഫുൾ ക്ലിയർ വിഷൻസ് കിട്ടില്ല. അപ്പോൾ ആ ക്ലിയർ വിഷന് വേണ്ടി റിയർ വ്യൂ മിറേഴ്സിലാണ് കോൺകേവ് മിറേഴ്സ് മെയിനായിട്ട് കിട്ടുന്നത്. ഓക്കെ, അതാണ് മെയിനായിട്ട് അവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ മെയിൻ ടോപ്പിക്കിലേക്ക് കിടക്കാം, മിറർ ഫോർമുല ആൻഡ് മാഗ്നിഫിക്കേഷൻ. മിറർ ഫോർമുല യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മിറർ ഫോർമുല എന്താണ്? മിറർ ഫോർമുല ഈസ് നത്തിങ് ബട്ട് 1/f ഈസ് ഈക്വൽ ടു 1/v പ്ലസ് 1/u അല്ലേ. ഇതിലെന്തൊക്കെയുണ്ട്? എഫ് എന്താണ്? എഫ് ഈസ് എ ഫോക്കൽ ലെങ്ത്. നമ്മളൊരു പോളിൻ്റെ പ്രിൻസിപ്പിൾ നമ്മളൊരു മിററിൻ്റെ നടുക്കിലെ ഭാഗമാണ് എന്ത്? പോൾ. ഈ പോളിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് വി എന്ന് പറയുന്നത്. പോളിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് വി എന്ന് പറയുന്നത്.
അതുപോലെ പോളിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ യു എന്ന് പറയും. പിന്നെ നമ്മൾ പോളിൽ നിന്ന് പ്രിൻസിപ്പൽ ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസിന് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്നും പഠിച്ചു കഴിഞ്ഞു അല്ലേ. നമ്മൾ ഫോക്കൽ ലെങ്ത്തിലേക്കുള്ള ഒരു ഫോർമുലയും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. R is equal to 2f അല്ലേ. റേഡിയസ് ഓഫ് കർവേച്ചർ is equal to 2 times ഫോക്കൽ ലെങ്ത്. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടൻറ്റ് ഫോർമുല. ഈ മിറർ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇമേജിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, പക്ഷേ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇതിനൊരു ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ഉണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. ഇത് യൂസ് ചെയ്ത് നമുക്ക് വി കണ്ടുപിടിക്കാം. യു വന്നെങ്കിൽ ഇല്ലെങ്കിൽ യു വന്നിട്ടുള്ള ഒബ്ജക്ട്സിൽ നമുക്ക് എഫ് ആണെങ്കിൽ എഫ് കണ്ടുപിടിക്കാം. എല്ലാം ഈ ഒരു ഫോർമുല യൂസ് ചെയ്ത് കണ്ടെത്താൻ പറ്റും. ഓക്കെ, ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ഫോർ സ്പെറിക്കൽ മിറേഴ്സ്. ഇതിലെന്താണ് പ്രധാനമായിട്ട് പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ ലൈറ്റ് റേസ്, നമ്മൾ ഈ പഠിച്ച എല്ലാ ലൈറ്റ് റേസും എവിടെ നിന്നാണ് വരുന്നത്? ലെഫ്റ്റ് സൈഡിൽ നിന്നാണല്ലേ വരുന്നത്, ലെഫ്റ്റ് നിന്നല്ലേ വരുന്നത്. ഇതെല്ലാം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് വരുന്നത്. നോക്കൂ, എല്ലാ റേസും വരച്ചത് നമ്മൾ ലെഫ്റ്റ് നിന്നാണല്ലേ. അപ്പോൾ എല്ലാ ലൈറ്റ് റേസും നമ്മൾ ലെഫ്റ്റ് നിന്നാണെന്ന് വരുന്നതെന്നൊരു അസംഷൻ ചെയ്യണം. എന്നിട്ട് നമുക്കറിയാലോ ഒരു ഗ്രാഫ് അല്ലേ, XY ഗ്രാഫ് അല്ലേ, XY ഗ്രാഫ് എടുക്കാം. ഇത് പോസിറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് അല്ലേ. നോക്കൂ, ഈ X ആക്സിസിൻ്റെ ഈ ഭാഗം നെഗറ്റീവ് ആണ്, ഈ ഭാഗം എന്താണ്? പോസിറ്റീവ് ആണ്. അതുപോലെ Y ആക്സിസിൻ്റെ ഇത് പോസിറ്റീവ് ആണ്, ഇതിന്. ഇങ്ങനെ ഒരു ഗ്രാഫിൽ നമ്മൾ എന്ത് ചെയ്യാം? നമുക്കൊരു മിറർ കൊണ്ടുവയ്ക്കാം. ഓക്കെ, ആദ്യം നമുക്ക് കോൺകേവ് മിററിൻ്റെ കേസ് നോക്കാം. കോൺകേവ് മിറർ കൊണ്ടുവച്ചു. ഓക്കെ, അപ്പോൾ കോൺകേവ് മിററിൻ്റെ നമ്മുടെ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് എന്ത് വരുന്നത്? എല്ലാ റേസും വരുന്നതെന്ന് നമ്മൾ അസംഷൻ ചെയ്യും. അപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ സാധനവും എന്താവും? നെഗറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഏതൊക്കെയാണ് നെഗറ്റീവ് വരുന്നത് നോക്കൂ. യു ഒബ്ജക്റ്റ് എപ്പോഴും നമ്മൾ എവിടെയാണ് വയ്ക്കുന്നത്? ലെഫ്റ്റ് സൈഡിലാണല്ലേ. ഓക്കെ, ഇത് ഇരിക്കുന്നത് നടുക്കാണ്, ഇതാണ് പോള്, ഒറിജിൻ പോളാണ്. അപ്പം നമ്മൾ യു എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ്. യു ഓൾവേസ് നെഗറ്റീവ്. യു എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, കാരണം ഇത് ലെഫ്റ്റിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. ഓക്കെ, ഈ വി എപ്പോഴും റിയൽ ആണെങ്കിൽ അത് നെഗറ്റീവ് ആണ്. ഓക്കെ, ഇത് സൈനാണ് കേട്ടോ പറയുന്നത്. ഇപ്പോൾ 1/v + 1/u = 1/f എന്ന് ചെയ്യുമ്പോൾ നമുക്കിതിനൊരു സൈൻ കൺവെൻഷൻ ഉണ്ട്. ഈ സൈൻ കൃത്യമായി കൊടുത്താൽ മാത്രമേ നമുക്ക് കൃത്യമായ ആൻസർ കിട്ടും. അപ്പോൾ ഈ സൈൻ മനസ്സിലാക്കാനാണ് ഈ കാര്യം പറയുന്നത്. ഇതൊരു അസംഷൻ കേസാണ്. ഇത് നമ്മളെപ്പോഴും ലൈറ്റ് റേസ് ലെഫ്റ്റ് നിന്നാണ് വരുന്നതെന്ന് അസംഷൻ ചെയ്യുന്നു. അപ്പോൾ അതിനനുസരിച്ച് യു എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, പിന്നെ വി നമ്മൾ 5 കേസിലും വി എന്താണ്? റിയൽ ആണല്ലേ. റിയൽ ആണെങ്കിൽ എവിടെയാണ് ഇത് കിടക്കുന്നത്? മൈനസ് ആക്സിസിലാണ്. അപ്പം നമുക്ക് അതിനെ നെഗറ്റീവ് എന്ന് പറയാം. ഇനി നമുക്ക് കോൺവെക്സ് നോക്കാം. കോൺവെക്സിൽ എങ്ങനെയാണ്? കോൺവെക്സിലും എവിടെ നിന്നാണ് ഒബ്ജക്റ്റ് വരുന്നത്? ഒബ്ജക്റ്റ് എല്ലാം നെഗറ്റീവ് സൈഡിൽ നിന്നാണ് വരുന്നത് അല്ലേ. നോക്കൂ, ഇത് 1, ഇത് 2 കേസ്, ഇത് ഫസ്റ്റ് കേസ്, ഇത് സെക്കൻഡ് കേസ്. ഇതിലെല്ലാം നോക്കൂ, ഇതിലെല്ലാം റേസ് ലെഫ്റ്റ് എന്നാണ് വരുന്നത്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ഒബ്ജക്റ്റിനെ നമുക്ക് എന്താ പറയാം? ഒബ്ജക്റ്റിനെ യു ഇസ് നെഗറ്റീവ് എന്ന് പറയാം. ഓക്കെ, യു നെഗറ്റീവ് സൈനാണ് യുവിനുള്ളത്. ഇനി കോൺവെക്സ് മിററിൻ്റെ എവിടെയും എല്ലായ്പ്പോഴും ഇമേജ് എവിടെയാണ് ഫോം ചെയ്യണം? ഇത് ഇവിടെയാണ് അല്ല, പോസിറ്റീവ് സൈഡാണ്, പോസിറ്റീവ് X ആക്സിസിലാണ്. അപ്പോൾ വി എപ്പോഴും പോസിറ്റീവ് ആണ്. ഇത് രണ്ടും കൃത്യമായി മനസ്സിലായല്ലോ. നമ്മൾ യു എന്ന് പറഞ്ഞാൽ പോളിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസും വി എന്ന് പറഞ്ഞാൽ പോളിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസും ആണ്. ഇത് രണ്ടും കേസ് നോക്കി യു ഒബ്ജക്റ്റ് മൈനസ് ആയിരിക്കും എപ്പോഴും. വി എപ്പോഴും വിക്ക് 2 കേസ് ഉണ്ട്. നെഗറ്റീവ് സൈഡിലാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും, അതല്ല പോസിറ്റീവ് സൈഡിലാണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. എന്ന് വെച്ചാൽ റിയൽ കേസിലെല്ലാം നെഗറ്റീവ് ആയിരിക്കും. വി എപ്പോഴും വെർച്വൽ കേസിലെല്ലാം പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എഫ് നോക്കൂ. എഫിൻ്റെ കേസ് നോക്കൂ. എഫ് എങ്ങനെയാണ്? എഫ് കോൺകേവിൻ്റെ കേസിൽ എഫ് സൈഡിലാണ്, ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കണം അല്ലേ. അപ്പോൾ കോൺകേവ് മിററിൻ്റെ കേസസ് ആണെങ്കിൽ എഫ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഇനി കോൺവെക്സിൽ എവിടെയാണ് എഫ് ഇരിക്കുന്നത്? റൈറ്റ് സൈഡിലാണല്ലേ. ഇത് നമ്മൾ ആദ്യം തന്നെ നോക്കിയതാണ്. ഇത് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആയിരിക്കും ഫോക്കൽ ലെങ്ത്. കോൺവെക്സിലാണെങ്കിൽ ബിഹൈൻഡ് ദ മിറർ ആയിരിക്കും. അപ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും. ഇത് പോസിറ്റീവ് X ആക്സിസ് സൈഡിലാണ് ഇരിക്കുക. അപ്പോൾ ഇതാണ് ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസിൽ വരുന്ന യുവും വിയും എഫിൻ്റെയും സൈൻ കൺവെൻഷൻ.
ഇനി നമ്മൾ ഇതേ കാര്യം തന്നെ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് നോക്കാം. ഈ ഹൈറ്റ് എങ്ങനെയിരിക്കും നോക്കൂ. ഒബ്ജക്റ്റ് എപ്പോഴും ഇങ്ങോട്ടാണ് അല്ലേ, എപ്പോഴും പോസിറ്റീവ് വൈ ആക്സിസിലാണ് ഇരിക്കുന്നത്. നോക്കൂ, പോസിറ്റീവ് വൈ ആക്സിസിലേക്കാണ് ഹൈറ്റ് ഇരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇമേജിൻ്റെ ഇമേജിൻ്റെ ഹൈറ്റ് എച്ച് ഐയും ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എച്ച് ഒയും കൊടുക്കാം. എച്ച് ഐന്നോ എച്ച് ഒന്നോ ഇല്ലെങ്കിൽ എച്ച് ഡാഷെന്നോ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഇമേജിൻ്റെ ഡിസ്റ്റൻസ് എച്ച് ഐ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇമേജ് എപ്പോഴും എവിടെ ഫോം ചെയ്യുന്നത് നോക്ക്. ഇമേജ് നെഗറ്റീവിലേക്കാണ് പോകുന്നത്. നോക്ക്, മൈനസ് വൈ ആക്സിസിലാണ് ഇമേജ് ഇരിക്കുന്നത് അല്ലേ. ഒബ്ജക്റ്റ് പോസിറ്റീവിലേക്കാണ് കിടക്കുന്നത്. അത് ഏത് കേസിലാണ്? റിയൽ കേസിലാണ്. വെർച്വൽ കേസിലാണെങ്കിൽ എപ്പോഴും നോക്കി ഇമേജ് എപ്പോഴും ഫോം ചെയ്യുന്നത് പോസിറ്റീവിലാണ്. അപ്പോൾ അതനുസരിച്ച് ഇമേജ് ഹൈറ്റ് നെഗറ്റീവ് ആയിരിക്കും എപ്പോൾ? റിയൽ കേസിൽ കേട്ടോ. ഇനി അത് പോസിറ്റീവ് ആയിരിക്കും എപ്പോൾ? ഇമേജ് എച്ച് ഐ നെഗറ്റീവ് ആയിരിക്കും. എപ്പോഴാണത് നെഗറ്റീവ് ആവുന്നത്? റിയൽ കേസസിലെല്ലാം നെഗറ്റീവ് ആയിരിക്കും. അത് പോസിറ്റീവ് ആവും എപ്പോൾ? വെർച്വൽ കേസിൽ. ക്ലിയർ അല്ലേ? ഇനി ഒബ്ജക്റ്റ് എപ്പോഴും എവിടെ വയ്ക്കുന്നത്? പോസിറ്റീവ് ആണല്ലേ. ഒബ്ജക്റ്റ് എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇമേജിന് രണ്ട് ഇതുണ്ട്, ഒന്ന് നെഗറ്റീവ് ആവാം പിന്നെ പോസിറ്റീവ് ആവാം. ക്ലിയർ അല്ലേ? ഇതാണ് സൈൻ കൺവെൻഷൻ. നമ്മൾ അടുത്ത ഒരു കേസ് പഠിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ മാഗ്നിഫിക്കേഷനാണ്. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് നമുക്ക് ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് എന്തൊക്കെ മനസ്സിലാക്കി? നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. എന്തൊക്കെ ഡിസ്റ്റൻസ്? പോളിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് യുവും കിട്ടും, വിയും കിട്ടും, എഫും കിട്ടും. ഇനി നമുക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒബ്ജക്റ്റിന് എത്രമാത്രം സൈസ് ഉണ്ടെന്നാണ്. ഒബ്ജക്റ്റ് ചെറുതാണോ വലുതാണോ എന്ന് നോക്കാനാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ എം ഈസ് ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച്. എച്ച് ഐ എന്ന് ഞാൻ പറഞ്ഞത് എച്ച് ഒ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ടെക്സ്റ്റിലുള്ളത് എച്ച് ഡാഷ് ബൈ എച്ച് എന്നാണ്. ഓക്കെ, എച്ച് ഐ എന്ന് പറഞ്ഞാൽ ഇമേജ് ഹൈറ്റ് ബൈ ഒബ്ജക്റ്റ്. ഇതിനെ നമുക്ക് വേറൊരു രീതിയിലും കൂടി എഴുതാം, മൈനസ് വി ബൈ യു. ഡിസ്റ്റൻസ് ടു ദി ഇമേജ് ഫ്രം എവിടെ? പോൾ ബൈ ടു ദി ഒബ്ജക്റ്റ് ഫ്രം ദി പോൾ എന്ന് ചെയ്താലും നമുക്ക് ഈ ആൻസർ കിട്ടും. എം എങ്ങനെയാണ്? എം 1 ആണ്, ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇപ്പം നമ്മൾ ഈ ഒരു ഇക്വേഷൻ ചെയ്ത് ഇതിൻ്റെ റേഷ്യോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എം ഗ്രേറ്റർ ദാൻ 1 ആണ് കിട്ടുന്നതെങ്കിൽ ഇമേജ് എപ്പോഴും എൻലാർജ് ചെയ്താന്ന് പറയും. അതല്ല എം ലെസ് ദാൻ 1 ആണെങ്കിലോ നമുക്ക് ഇമേജ് ഡിമിനിഷ്ഡ് ആണെന്ന് പറയും. ഇനി എമ്മിൻ്റെ കേസിൽ നമുക്ക് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇമേജസിൻ്റെ എന്ത് കിട്ടും? പ്ലസ് ആൻഡ് മൈനസ് കിട്ടും. ഈവൻ മൈനസ് ആണെങ്കിൽ പ്ലസ് ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം ഇമേജ് എപ്പോഴും വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണെന്ന് പറയാം. ഓക്കെ, വെർച്വൽ ആൻഡ് ഇറക്റ്റ് കേസിൽ നമുക്ക് കിട്ടുന്ന ഇമേജ് എപ്പോഴും പ്ലസ് ആയിരിക്കും. ഇനി അതല്ല നെഗറ്റീവ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, നെഗറ്റീവ് എം ആണ് ആൻസർ കിട്ടുന്നതെങ്കിൽ നമുക്കത് പറയാം ഇറ്റ് ഈസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് എന്നും പറയാം. ക്ലിയർ അല്ലേ? നമ്മളെപ്പോഴും ഈ ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോൾ നമ്മളൊരു ഗ്രാഫ് നമ്മുടെ മൈൻഡിൽ ഉണ്ടായെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത്ര നേരം നോക്കിയ മിറർ ഫോർമുലയും മാഗ്നിഫിക്കേഷൻ യൂസ് ചെയ്ത് 2 പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഒന്ന് കോൺകേവ് മിററിൻ്റെ പ്രോബ്ലം ആദ്യം നമുക്ക് ചെയ്യാം. അതിന് മുമ്പ് ഇത് കാണുന്നവർ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പേപ്പറും പേനയും എടുത്തിട്ട് ഇതൊന്ന് എഴുതാൻ ശ്രമിക്കുക. നമ്മൾ ഈ ഏത് ക്ലാസ് ആയിക്കോട്ടെ അത് കാണുമ്പോൾ ഒരു പേപ്പറും പേനയും എടുത്ത് എഴുതി കഴിഞ്ഞാൽ അതിന് ഗുണമെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഒരു ഡിസ്റ്റിങ്ഷൻ വാങ്ങിക്കുന്ന സ്റ്റുഡൻ്റായി മാറാൻ ഈ ഒരു എഴുത്ത് മാത്രം മതി. നമ്മൾ ആവറേജ് സ്റ്റുഡൻസ് മാറി ഒരു ഡിസ്റ്റിങ്ഷൻ ലെവലിലേക്ക് വരണമെങ്കിൽ നമുക്ക് ഈ എഴുതാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് വരാൻ പറ്റും. കാരണം നമ്മൾ ഈ പഠിക്കുന്നതൊന്നും നമ്മൾ എക്സാമിന് എന്താണ് നിങ്ങളുടെ അടുത്ത് ഒരു ഷിപ്പ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു സ്പേസ് ഷിപ്പ് ഉണ്ടാക്കാനോ അതല്ലെങ്കിൽ ഒരു റോക്കറ്റ് ഉണ്ടാക്കാനോ അല്ല പറയുന്നത്. ഈ സാധനം അതുപോലെ തന്നെ കാണാതെ പഠിച്ച് അവിടെ കൊണ്ട് എഴുതാനാണ് പറയുന്നത്. അതിന് നമുക്ക് മെമ്മറി വരണമെങ്കിൽ നമ്മൾ എഴുതി തന്നെ പഠിക്കണം. അത് നിങ്ങൾക്ക് എപ്പോഴും ഗുണം ചെയ്യും. ഒരു കോൺകേവ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് 15 സെൻറ്റിമീറ്ററാണ്. ഈ മിററിൽ നിന്ന് മുന്നിൽ 25 സെൻറ്റിമീറ്റർ ദൂരത്തിൽ 4 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇമേജ് ഡിസ്റ്റൻസ്, മാഗ്നിഫിക്കേഷൻ പിന്നെ ഇമേജിൻ്റെ നേച്ചർ റൂൾസ് ഉപയോഗിച്ച് തിരിച്ചറിയാം. അപ്പോൾ നമുക്കിതുമായി ബന്ധപ്പെട്ട ഒരു ഗ്രാഫ് വരയ്ക്കാം. ഓക്കെ, നമ്മുടെ സൈൻ റൂൾ മനസ്സിലാക്കണമല്ലോ. നമ്മളിതിൻ്റെ സൈൻ റൂൾ മനസ്സിലാക്കാനായിട്ട് ജസ്റ്റ് ഒരു ഗ്രാഫ് വരച്ച് നോക്കാം. ഓക്കെ, എന്നിട്ട് അതിന് മുന്നിലേക്ക് ഒരു
കോൺകേവ് മിറർ വയ്ക്കുന്നു. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? യു ഇസ് ഈക്വൽ ടു 25 സെൻറ്റിമീറ്റർ അല്ലേ. യു 25 സെൻറ്റിമീറ്റർ ദൂരത്തിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സൈൻ എവിടെയാണ്? ഇത് എപ്പോഴും ലൈറ്റ് റൈസ് ചെയ്ത് നെഗറ്റീവ് ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് യു മൈനസ് എന്ന് കൊടുക്കും. പിന്നെ ഇവിടെ നമ്മുടെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ടല്ലേ. ഫോക്കൽ ലെങ്ത് എത്രയാണ്? എഫ് ഇസ് ഈക്വൽ ടു 15 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതും എങ്ങനെയാണ്? മൈനസ് സൈഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ മൈനസ് ആണ്. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? വി കണ്ടുപിടിക്കാം അല്ലേ. വി എങ്ങനെ കണ്ടുപിടിക്കാം? വി സി 1/f ഇസ് ഈക്വൽ ടു 1/v പ്ലസ് 1/u. ഓക്കെ, ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ 1/f എത്രയാണ്? 1/-15 ഇസ് ഈക്വൽ ടു 1/v പ്ലസ് 1/-25. ഓക്കെ, വി നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ, 1/25 പ്ലസ് 1/15. ഓക്കെ അല്ലേ. ഇത് എൽ സി എം എത്ര കിട്ടി? എൽ സി എം 75 എന്ന് കിട്ടി. ഓക്കെ, ഇപ്പോൾ എൽ സി എം വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? -37.5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞൊരു വാല്യൂ നമുക്ക് വി കിട്ടി. ഓക്കെ അല്ലേ. അപ്പോൾ വി എന്ന് പറയുന്നത് എത്ര ഡിസ്റ്റൻസ് ദൂരത്തിലാണ്? നോക്കൂ, വി മൈനസ് ആണല്ലേ. മൈനസ് എന്ന് പറയുമ്പോൾ റിയൽ ഇൻവേർട്ടഡ് ഇമേജ് ആണ് ഓക്കെ ലഭിക്കുക. അപ്പം നമുക്ക് റിയൽ ഇമേജ് ആയതുകൊണ്ട് നെഗറ്റീവ് സൈഡിലായിരിക്കും. അപ്പോൾ ഇത് എത്രയാണ്? 37.5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. മൈനസ് ആയതുകൊണ്ട് ഈ സൈഡിലേക്കാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് മാഗ്നിഫിക്കേഷൻ നോക്കാം അല്ലേ. ഇമേജ് ഡിസ്റ്റൻസ് കിട്ടി, ഇനി മാഗ്നിഫിക്കേഷൻ നോക്കാം. ഇത് എത്രത്തോളം വലുതാണെന്ന് നോക്കാം. അതിൻ്റെ ഇക്വേഷൻ ആണ് എം ഈസ് ഈക്വൽ ടു -v/u അല്ലേ. അപ്പോൾ വി എത്ര കിട്ടിയത്? -37.5 സെൻറ്റിമീറ്റർ അല്ലേ. നമുക്ക് ആ യു അറിയാലോ, -25 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് മൈനസ് ക്യാൻസൽ, സെൻറ്റിമീറ്റർ ക്യാൻസൽ. 37/25 ചെയ്യുമ്പോൾ -1.5 എന്ന് കിട്ടും. ഇതാണ് എന്ത്? എം. ഈ എം എന്താണ്? എം എന്ന് പറയുന്നത് എം ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണല്ലേ. അപ്പം നമുക്ക് എന്ത് പറയാം? എം ഈസ് എൻലാർജ്ഡ് ഇമേജ്. നമുക്കൊരു എൻലാർജ്ഡ് ഇമേജ് ആണ് കിട്ടിയിരിക്കുന്നത്. എവിടെയാണ് നമുക്ക് ഇമേജ് കിട്ടിയിരിക്കുന്നത്? ഒരു 37.5 സെൻറ്റിമീറ്റർ ദൂരത്ത് കിട്ടിയിരിക്കുന്ന ഇമേജ് ഒരു എൻലാർജ്ഡ് ഇമേജ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിലൊരു മൈനസ് ഉണ്ടല്ലേ. മൈനസ് ഉള്ളതുകൊണ്ട് എന്ത് പറയാം? നെഗറ്റീവ് ആയതുകൊണ്ട് എന്ത് പറയാം? ഇറ്റ്സ് എ ഇൻവേർട്ടഡ് ഇമേജ്. അപ്പം നമുക്ക് കിട്ടിയ ഇമേജ് എന്താണ്? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണ് കിട്ടിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഈ ഇമേജിൻ്റെ, ഈ കിട്ടിയ ഇമേജിൻ്റെ ഒരു നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാം. HI. അതിന് ഇക്വേഷൻ എന്താണ്? എം ഈസ് ഈക്വൽ ടു HI/h. ഓക്കെ, നമുക്ക് എന്തറിയാം? എം അറിയാം അല്ലേ, -1.5. HI അറിയോ? ഇല്ല. HO അറിയാം 4 സെൻറ്റിമീറ്റർ. ഓക്കെ, നമുക്ക് നോക്കൂ, ഇവിടെ ഒബ്ജക്റ്റിൻ്റെ നമുക്ക് ഹൈറ്റ് തന്നിട്ടുണ്ടല്ലേ 4 സെൻറ്റിമീറ്റർ. ഇതാണ്ടോ, ഇത് പോസിറ്റീവായിട്ട് കിടക്കണം. HO എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ പോസിറ്റീവ് ആണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന HI എന്താണ്? മൈനസ് ആയിരിക്കും. ഓക്കെ, അത് എത്രയായിരിക്കും നോക്കാം. അപ്പോൾ HI ഈസ് ഈക്വൽ ടു -1.5 × 4 ചെയ്തപ്പോൾ എന്ത്? 6 കിട്ടി അല്ലേ. അപ്പോൾ 6 സെൻറ്റിമീറ്റർ -6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. HI എന്നുള്ളത് -6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. നോക്കൂ, അപ്പോൾ നമ്മൾ ഇത് എത്ര 1.5 ടൈംസ് എന്ത് ചെയ്തു? എൻലാർജ് ചെയ്തു. 4 സെൻറ്റിമീറ്റർ എന്നുള്ള ഒരു ഇത് ഇന്നിങ്ങനെ 6 സെൻറ്റിമീറ്റർ ആയിട്ട് മാറിയല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? വി കണ്ടുപിടിച്ചു, എം കണ്ടുപിടിച്ചു, അതുപോലെ HI കണ്ടുപിടിച്ചു. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇതുപോലെ തന്നെ കോൺവെക്സ് മിറർ യൂസ് ചെയ്തിട്ടുള്ളൊരു ഇമേജ് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഒരു വാഹനത്തിൻ്റെ റിയർ വ്യൂ കോൺവെക്സ് മിറർ, റേഡിയസ് എത്ര തന്നിരിക്കുന്നത്? റേഡിയസ് 3 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ മിററിൻ്റെ 5 മീറ്റർ ദൂരത്തിൽ നമ്മൾ ഇതൊരു മിററാണ്. ഈ മിററിൽ 5 മീറ്റർ ദൂരത്തൊരു എന്നുണ്ട് ഒരു ബസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ യു എത്രയാണ്? 5 മീറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബസ്സിൻ്റെ വിയും ഇമേജ് ഡിസ്റ്റൻസും എമ്മും ആണ് കാണാൻ പറഞ്ഞിരിക്കും. ഓക്കെ, അപ്പോൾ യു നോക്കൂ, യു എങ്ങനെയാണ്? യു എപ്പോഴും എവിടെ നിന്നാണ് വരുന്നത്? ലെഫ്റ്റ് സൈഡിൽ നിന്നാണല്ലേ. അപ്പോൾ യു നെഗറ്റീവ് ആണ്. അപ്പോൾ യു ഈസ് ഈക്വൽ ടു -5 മീറ്റർ.
പിന്നെ ഇവിടെ തന്നിരിക്കുന്നത് എന്താ ആർ അല്ലേ, ആർ ഈസ് ഈക്വൽ ടു 3 മീറ്റർ. നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ആർ ഈസ് ഈക്വൽ ടു 2F അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എഫ് എന്താണ്, എഫ് ഈസ് ഈക്വൽ ടു 3/2 1.5 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ അല്ലേ. അപ്പോൾ എഫ് എത്ര കിട്ടി, 1.5 മീറ്റർ. എഫ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, എഫ് ഈസ് പോസിറ്റീവ് അല്ലേ. എന്താണ്, ഇതൊരു കോൺവെക്സ് മിററാണ്. കോൺവെക്സ് മിററിൻ്റെ ബിഹൈൻഡിലാണ് എന്നുള്ളത്, ഇത് പോസിറ്റീവ് ആക്സിസിലുമാണ് കിടക്കുന്നത്, ഇത് ബിഹൈൻഡ് ദ മിററിലാണ് നമ്മുടെ എഫ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത് പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 1/F ഈസ് ഈക്വൽ ടു 1/V പ്ലസ് 1/U അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 1/1.5 ഈസ് ഈക്വൽ ടു 1/V പ്ലസ് 1/-5 മീറ്റർ അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ LCM എത്ര കിട്ടി, LCM ഈസ് 15 കിട്ടി. ഓക്കെ, ഇത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 1/V ഈസ് ഈക്വൽ ടു 13/15 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് V എത്ര കിട്ടും, V ഈസ് ഈക്വൽ ടു റെസിപ്രോക്കൽ ചെയ്ത് എത്ര കിട്ടും, 1.15 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ അല്ലേ. അപ്പോൾ V ഇവിടെ എന്താണ്, പ്ലസ് ആണല്ലേ, പ്ലസ് V ആണ് കിട്ടിയത്. അപ്പോൾ എന്താണ്, ഇത് വിർച്വൽ ആണ്. നമുക്ക് അല്ലാതെ തന്നെ അറിയാം, കോൺവെക്സ് മിററിൽ 2 കണ്ടീഷൻസേ ഉള്ളൂ, വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും അതിൻ്റെ. ആൻഡ് V കിട്ടി, Vൻ്റെ ഡിസ്റ്റൻസ് കിട്ടി. V എത്ര, 1. നമുക്ക് ഇവിടെ 1.15 മീറ്ററിലാണ് ഇത് കിടക്കുന്നത്. ഓക്കെ, ആ ഡിസ്റ്റൻസിലാണ് ഇമേജ് നമുക്ക് ലഭിച്ചത്. ഓക്കെ, ഇനി മാഗ്നിഫിക്കേഷൻ നോക്കാം. മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ എന്താണ്, M ഈസ് ഈക്വൽ ടു -V/U അല്ലേ. M ഈസ് ഈക്വൽ ടു -V എത്രയാ, V എത്രയാ, 1.15 മീറ്റർ. ഓക്കെ, U എത്ര കിട്ടിയത്, -5 അല്ലേ. അപ്പോൾ ദിസ് ക്യാൻസൽ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 0.23. മാഗ്നിഫിക്കേഷൻ 0.3. ഇതെന്താണ്, പ്ലസ് ആണ്. പ്ലസ് മീൻസ് എന്താ, ഇത് വെർച്വൽ ആൻഡ് എറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഈ ഇമേജ് എറക്റ്റ് ഇമേജ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇതെന്താണ്, 0.23. അപ്പോൾ M ഈസ് <1 ആണ് അല്ലേ. <1 ആയതുകൊണ്ട് എന്താണ്, ഇമേജ് എപ്പോഴും ഡിമിനിഷ്ഡ് ആയിരിക്കും. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഇവിടെ ഒബ്ജക്റ്റ് ഹൈറ്റ് തന്നിട്ടില്ല, അതുകൊണ്ട് ഇമേജ് ഹൈറ്റ് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഇമേജ് ഹൈറ്റ്, ഒബ്ജക്റ്റ് ഹൈറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, M ഈസ് ഈക്വൽ ടു H'/HO ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഇമേജ് ഹൈറ്റ് കിട്ടും. ഓക്കെ, അതല്ലാതെ ഇതിന് വേറൊരു ഇക്വേഷൻ HO ഈക്വൽ ടു -V/U ഇത് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഇമേജ് ഹൈറ്റ് കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, നമ്മളപ്പോൾ ഈ ക്ലാസ്സിലും റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിലും ബന്ധപ്പെട്ട് നമ്മൾ മെയിനായിട്ട് പഠിച്ച ഫോർമുലാസ് ഇതൊക്കെയാണ്. R ഈസ് ഈക്വൽ ടു 2F അല്ലേ. പിന്നെന്താ, 1/F ഈസ് ഈക്വൽ ടു 1/V പ്ലസ് 1/U. പിന്നെ മാഗ്നിഫിക്കേഷൻ M ഈസ് ഈക്വൽ ടു -V/U. അപ്പോൾ ഇതെന്താണ് മിറർ ഫോർമുല, ഇതെന്താണ് മാഗ്നിഫിക്കേഷൻ. ഓക്കെ, എത്ര വലുതാണോ ചെറുതാണോ നോക്കാനാണ് മാഗ്നിഫിക്കേഷൻ നോക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു, പിന്നെ ഹൈറ്റ് നോക്കാൻ എന്താ, ഇത് M ഈസ് ഈക്വൽ ടു HI/HO അല്ലെങ്കിൽ ടെക്സ്റ്റിലെ പോലെ H'/H എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി അഞ്ചാമത്തെ നോക്കൂ, HI/HO ഈസ് ഈക്വൽ ടു -V. ഈ 5 ഫോർമുലാസും ഓക്കെ അല്ലേ. അപ്പോൾ ഈ 5 ഫോർമുലാസും ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക, അത് നിങ്ങൾക്ക് പിന്നീട് എക്സാമിന് ഗുണം ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓൺലൈൻ ട്യൂഷൻസ് ആവശ്യമുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിലേക്ക് വിളിക്കുകയോ ഇല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുള്ളവർ ഫീഡ്ബാക്ക് ആയിട്ട് മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ യൂസസ് ഓഫ് കോൺകേവ് കോൺവെക്സ് മിറേഴ്സ് നോക്കി, കൂടാതെ മിറർ ഫോർമുല ഉപയോഗിച്ച് ഇമേജ് ഡിസ്റ്റൻസ് കണ്ടെത്താനും പഠിച്ചു. മാഗ്നിഫിക്കേഷൻ റേഷ്യോ യൂസ് ചെയ്ത് ഒബ്ജക്റ്റിൻ്റെ സൈസ് എങ്ങനെയാണെന്ന് നോക്കി. സൈൻ കൺവെൻഷൻ യൂസ് ചെയ്ത് ഇമേജ് ഇറക്റ്റ് ആണോ അതോ ഇൻവേർട്ടഡ് ആണോ എന്ന് മനസ്സിലായി കഴിഞ്ഞു. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റുമായി പുതിയ ക്ലാസ്സിലേക്ക് കിടക്കാം. വീഡിയോ ഇഷ്ടമായവർ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടാതെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് നൽകുക. താങ്ക് യു ഫോർ വാച്ചിങ്.